ഒരു ഇന്ത്യൻ പൗരൻ ഇന്ത്യക്കാരനാണെങ്കിൽ അവൻ അമേരിക്കയിലോ മറ്റേതെങ്കിലും രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നുണ്ടെങ്കിൽ അവൻ അനധികൃതമായി അവിടെ താമസിക്കുന്ന ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിക്കാൻ ആ രാജ്യത്തിന് കഴിഞ്ഞാൽ അവനെ ഇന്ത്യ കൊണ്ടുവരും, അവനെ തിരിച്ചു കൊണ്ടുവരും. അത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ്, അത് ചെയ്യും എന്ന് കൃത്യമായി ജയശങ്കർ പറഞ്ഞിരിക്കുക. ഇന്ത്യക്കാരെ ട്രംപ് ചതിച്ചേ, ഇന്ത്യക്കാരെ ട്രംപ് ഓടിച്ചേ എന്ന് നിലവിളിക്കുന്നവർക്കുള്ള മറുപടിയാണ്. വളരെ കൃത്യമാണ് ഇന്ത്യയുടെ നിലപാട്. ഇതിനേക്കാൾ കൃത്യമായ നിലപാടില്ല. ഇന്ത്യ സഹകരിക്കും. ഇന്ത്യയുടെ സഹകരണത്തോടുകൂടി നിയമവിരുദ്ധമായി കുടിയേറി കൊണ്ടുവരും ആവശ്യമാണ്. പഞ്ചാബികളും ഗുജറാത്തികളും അടക്കമുള്ളവർ ധാരാളം പേർ അവിടെ പോയി നിയമവിരുദ്ധമായി താമസിക്കുന്നുണ്ട്. അവർ ക്രിമിനലുകളായി മാറുന്നു. പ്രത്യേകിച്ച് അഭയാർത്ഥികളെ എത്തുന്ന, യുദ്ധമേഖലകളിൽ നിന്ന് എത്തുന്ന, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന, സൊമാലിയ പോലെ, നൈജീരിയ പോലുള്ള സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന ഒരുപാട് ആളുകൾ, സിറിയയിൽ നിന്നും ലെബനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനും എത്തുന്നവരാണ് ക്രിമിനലുകളാണ്. അവർ അവിടുത്തെ ആനുകൂല്യങ്ങളെല്ലാം ഉപയോഗിച്ച് തടിച്ചു കൊടുത്ത് അവിടുത്തെ ജനങ്ങളെ വെറുപ്പിക്കുകയാണ്. ജർമ്മനിയിൽ ഒരുത്തിന് പോയി 2 വയസ്സുള്ള കുഞ്ഞടക്കം 2 പേരെയാണ് കഴിഞ്ഞ ദിവസം കുത്തിക്കൊന്നത്. അവന്റെ തലയിൽ ജിഹാദിസം കയറി. 6 മാസം മുമ്പ് ബ്രിട്ടനിൽ ആഫ്രിക്കൻ രാജ്യത്തു നിന്നും അഭയാർത്ഥിയായി വന്ന ഒരു കുടുംബത്തിന്റെ 17 വയസ്സുള്ളവൻ 3 കുട്ടികൾ, 7 വയസ്സും 9 വയസ്സും 6 വയസ്സും 3 കുട്ടികളാണ് കുത്തിക്കൊന്നത്. 3-4 പേർക്ക് പരിക്കുമേറ്റു. അവനെ 52 വർഷത്തേക്ക് ഇന്നലെ ബ്രിട്ടനിലെ ലിവർപൂൾ ക്രൗൺ കോടതി ശിക്ഷിച്ചു. 52 വർഷത്തേക്ക്. ഇങ്ങനെ ക്രിമിനലുകൾ എവിടെ എത്തുന്നു, ആ ക്രിമിനലുകളെ നാട് കടത്താൻ അവർ ശ്രമിക്കുന്നു. നമ്മൾ സഹകരിക്കണ്ടേ? ഇന്ത്യ സഹകരിക്കുന്നുണ്ട്. മാതൃകാപരമായ നിലപാടാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ട്രംപ് ഇന്ത്യക്കാർക്കെതിരാണ്, ഇന്ത്യക്കാരെ നാട് കടത്തുന്നു എന്ന വിലാപം വേണ്ട. ആ നറേറ്റീവ് ഇന്ത്യ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അന്തസ്സുള്ള നിലപാടാണ്, ആത്മാർത്ഥതയുള്ള നിലപാടാണ്. അഭിവാദ്യങ്ങൾ.